അതുകൊണ്ട് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ അവർ തന്നെ പ്രകൃതിക്കുന്ന, അവർ പഠിക്കുന്നു എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റുകളിൽ എന്താണോ ഉള്ളത് അതിന് നേരെ എതിരായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പനിക്ക് മരുന്ന് ചെയ്യാൻ പാടില്ല എന്ന് ഹിപ്പോക്രാറ്റസ് തുടങ്ങിയിട്ട് ഈ മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്. പാരാസെറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ്. Paracetamol as little as 10 to 15 gram taken within 24 hours may cause severe hepatocellular necrosis and less frequently renal tubular necrosis. 3-4 ദിവസം കൊണ്ടാണ് പാരാസെറ്റമോളിന്റെ ചെറിയ അളവായിട്ടുള്ള 10 തുടങ്ങി 15 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആള് കരൾ തകർന്ന് കിഡ്നി തകർന്ന് മരിക്കുക എന്ന് ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി, ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകത്തിന്റെ 23-ാമത്തെ പേജ് പറയുന്നത്. ഈ ചാർട്ട് വരച്ചു വെച്ചിരിക്കുന്നത് പാരാസെറ്റമോൾ രക്തത്തിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ചാർട്ടാണ്. കൃത്യമായിട്ട് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പാരാസെറ്റമോള്. പാരാസെറ്റമോൾ കഴിച്ച് കരളും കിഡ്നിയും തകരുമ്പോ അത് എലിയുടെ മുതുകത്ത് വെക്കും, എലിപ്പനിയാണെന്ന് പറയും. അതിന് പെൻസിലിനും ടെട്രാസൈക്ലിനും ആയിരുന്നു ചികിത്സ. അമേരിക്കൻ ടെക്സ്റ്റായ പിൽബുക്ക് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പെൻസിലിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയത്. അപ്പൊ പെൻസിലിനും ടെട്രാസൈക്ലിനും തമ്മിൽ ചേർക്കാൻ പാടില്ല. തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ ദീസ് ഡ്രഗ്സ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ഈച്ച് അതർ. 815-ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പെൻസിലിൻ ഷുഡ് നോട്ട് ബി കമ്പൈൻഡ് വിത്ത് ബാക്ടീരിയോസ്റ്റാറ്റിക് ആന്റിബയോട്ടിക്സ് സച്ച് ആസ് ക്ലോറോഫിനോക്കോൾ, എർത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ ആൻഡ് നിയോമൈസിൻ. തമ്മി ചേർക്കരുതെന്ന് പറയുന്ന മരുന്ന് ചേർത്ത് ആളെ കൊല്ലുന്ന ഈ ഡോക്ടർമാരെന്ന കാപാലിക വർഗം, എന്നിട്ട് എലി പിടിക്കുന്നവർക്ക് 4 രൂപ സമ്മാനം. ഒരു എലിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എലിപ്പനിയെ നേരിടണ്ടേ? ചിക്കൻ കുനിയെ കൊതുകുണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആലപ്പുഴയിലെ ജയിലിലെ സൂപ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, സാറേ ഈ അവിടെ ജയിലിൽ ആരെങ്കിലും ചിക്കൻ കുനി കൊണ്ട് ചത്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞു ഇവിടെ ആരും ചത്തിട്ടുമില്ല, ഇവിടെ ആർക്കും ചിക്കൻ കുനി ഉണ്ടായിട്ടുമില്ല. കൊതുകാണ് ചിക്കൻ കുനി ഉണ്ടാക്കുന്നതെങ്കിൽ ജയിലിൽ കിടക്കുന്നവനല്ലേ ഏറ്റവും കൂടുതൽ കൊതുകടി കൊള്ളണത്? ജയിലിലെ ചിട്ട കൊതുകടിയല്ലേ? അല്ലാതെ എന്താ? ജയിലില് നല്ല ആഹാരം, കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ സമയാസമയത്ത് ആഹാരം, നല്ല സെക്യൂരിറ്റി. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പോലും വഴിതെറ്റും, പക്ഷെ ജയിലിൽ ഇവനുള്ള കള്ളനുള്ള സെക്യൂരിറ്റി വഴിതെറ്റാറില്ല. അത്രയും സെക്യൂരിറ്റി. പിന്നെന്താ ശിക്ഷ? കൊതുകടി. ജയിലിൽ കിടന്ന് പുതപ്പുമില്ല, നിക്കർ മാത്രമല്ലേ ഉള്ളൂ. ആ കൊതുകടി 2 ദിവസം കൊണ്ടാൽ ഒരുമാതിരപ്പെട്ട നമ്മളാരും പിന്നൊരു കുറ്റം ചെയ്യില്ല. അപ്പൊ അവിടെ ആരും ചത്തില്ല. പിന്നെ ഞാൻ വഴിവക്കി കിടന്നിറങ്ങുന്ന പാവങ്ങള് ചിക്കൻ കുനി കൊണ്ട് ചത്തോന്ന് അന്വേഷിച്ചപ്പോ ഒരു യാചകനും വഴി കിടന്നിറങ്ങുന്ന ആളും ചത്തിട്ടില്ല. അപ്പൊ കൊതുകാണോ ചിക്കൻ കുനി ഉണ്ടാക്കിയേ? മെഫ്റ്റാൽ ഫോർട്ട് എന്ന് പറഞ്ഞ കൊലയാളി മരുന്ന്, ഈ മരുന്ന് കടയിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഈ മരുന്ന് പിടിച്ചെടുക്കണമെന്ന് ഡ്രഗ് കൺട്രോളോട് ആവശ്യപ്പെട്ടു. ഈ മരുന്ന് മിഫാനമിക് ആസിഡും പാരാസെറ്റമോളും കൂട്ടിച്ചേർത്തൊരു സാധനമാണ്. ഞാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് മെയിൽ ചെയ്തു, ഈ മരുന്നുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന മറുപടി, സിംസം എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം വഴിയാണ് എന്നത് ബന്ധപ്പെട്ടത്. വന്നു, ഇത് ഇറാഷണൽ കോമ്പിനേഷനാണ്, ഈ കോമ്പിനേഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഈ കോമ്പിനേഷൻ കൊണ്ട് സൈഡ് എഫക്ട്സ് ആയിട്ട് ഉണ്ടാകാവുന്നത് സന്ധികളിൽ നീർക്കെട്ടുണ്ടാകുക, ഹൃദയത്തിലെ മാംസപേശികൾ നിലച്ച് കാർഡിയോ വാസ്കുലർ കൊളാപ്സും അനാഫൈലാറ്റിക് ഷോക്കും ഉണ്ടായി ആള് മരിക്കാം. ചേർത്തലയിൽ മരിച്ച നാഗേന്ദ്ര ഷേണായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതില് ലോകാരോഗ്യ സംഘടന നിരോധിക്കാൻ ആവശ്യപ്പെട്ട് 180 രാജ്യങ്ങൾ നിരോധിച്ചു കഴിഞ്ഞ നെമസൊലൈഡ് എന്ന് പറഞ്ഞ മരുന്നിന് നൈസ് ബ്രാൻഡ് ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു. ഞങ്ങളത് നോട്ടീസായിട്ട് പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ പത്രം ഇറക്കി. സുജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാസികയുണ്ട്. ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരും സുജീവിതം മാസിക എന്ന് തന്നെ വരിക്കാരാവണം. 120 രൂപയേ ഉള്ളൂ ഒരു കൊല്ലത്തേക്ക്. സുകുമാർ അഴീക്കോട് സാറാണ് അതിന്റെ മുഖ്യ പത്രാധിപര്. ആ മാസികയിൽ ഞങ്ങൾ അച്ചടിച്ചു, പല പത്രങ്ങളും അത് എടുത്തു കൊടുത്തു. ഒരാള് പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം ഇതൊക്കെ എവിടെ നടക്കുന്നതെന്ന്. ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്, എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ നാട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിന്റെ വാർത്തയുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കിട്ടേണ്ടത് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ്. നമുക്ക് രോഗമുണ്ടാകുന്നത് മരുന്ന് കഴിക്കാൻ വേണ്ടിയല്ല. മരുന്ന് കഴിച്ചാൽ രോഗം മാറില്ല, രോഗം കൂടുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ട്, ചാർക്കോൾ എന്ന് പറയുന്ന കരി അല്ലാതെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ട് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് 5 രോഗങ്ങൾ ഉണ്ടാവില്ല, 4 രോഗങ്ങളെ ഉണ്ടാകൂ എന്ന് ആരെങ്കിലും പറയാമെങ്കിൽ അയാൾക്ക് 1,01,000 രൂപയുടെ അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 കൊല്ലമായി പ്രഖ്യാപിച്ചിട്ട്. ഇന്നുവരെ ഒരു ഡോക്ടറും ഒരു ശാസ്ത്രജ്ഞനും മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശ്രമിച്ച് നോക്കാമെങ്കിൽ നോക്കുക. 1,01,000 രൂപയുടെ അവാർഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്.
ഏതെങ്കിലും രോഗം രോഗാണുക്കൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാമെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന റോബർട്ട് കോക്കിന്റെ സിദ്ധാന്തമാണ് രോഗാണു സിദ്ധാന്തത്തിനുള്ളത്, ഏറ്റവും അംഗീകരിക്കപ്പെട്ടത്. ഈ റോബർട്ട് കോക്കിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏതെങ്കിലും ഒരു രോഗം അണുക്കളാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രാക്ടിക്കലായിട്ട് തെളിയിച്ചു തരാമെങ്കിൽ 1,01,000 രൂപയുടെ അവാർഡ് കൊടുക്കാം. ഞങ്ങൾക്കുള്ള എറണാകുളം ചമ്പക്കരയിലെ ആശുപത്രി, ആലുവ ചാലക്കലെ ആശുപത്രി, മണ്ണാർക്കാട്ടെ ആശുപത്രി, കോഴിക്കോട്ടെ ആശുപത്രി, ഈ 4 ആശുപത്രികളും അവരുടെ പ്രചരണ കേന്ദ്രങ്ങളായിട്ട് വിട്ടുകൊടുത്ത് അവരുടെ ദാസന്മാരായിട്ട് ഞങ്ങൾ പണിയെടുത്തോളാം.